പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിവാഹബന്ധ ജീവിതത്തിലെ, ഒരു കുടുംബ ജീവിതത്തിലെ, ഒരു ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അറിവിനെ കുറിച്ചാണ്. എന്തെന്ന് വെച്ചാൽ, വിവാഹബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ കാരണമാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തതും അതുപോലെ വളരെ ചെറുതല്ല എന്ന് കരുതുന്നതുമായ ചില കാര്യങ്ങളാകാം പലപ്പോഴും പങ്കാളിയെ വേദനിപ്പിക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഭാവിയെ സുരക്ഷിതമാക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. വർഷങ്ങളോളം നീണ്ടുനിന്ന വിവാഹബന്ധം പലരും വേർപ്പെടുത്തുന്ന വാർത്തകൾ ഇപ്പോൾ വളരെ സുലഭമായി കേൾക്കുകയാണ്. ചിലർ ദീർഘനാൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷമായിരിക്കാം വിവാഹബന്ധം വേർപ്പെടുത്തുന്നത്. എന്നാൽ മറ്റു ചിലർ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോഴാണ് ബന്ധം വേർപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം പൊരുത്തക്കേടുകൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? എത്ര മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പരസ്പരം നന്നായി അറിയുന്ന ദമ്പതികൾക്ക് പോലും ചില സാഹചര്യങ്ങളിൽ വേർപിരിയേണ്ടി വരാറുണ്ട്. വികാരങ്ങളെ അടക്കി വെക്കുക, ആശയവിനിമയം നടത്താൻ കഴിയാതെ വരിക, പങ്കാളിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയാതെ വരിക തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് വിവാഹബന്ധങ്ങൾ തകരാറുണ്ട്. എന്നാൽ സൈലന്റായി വിവാഹബന്ധത്തെ തകർക്കുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വിവാഹബന്ധത്തിൽ വർഷങ്ങൾ കഴിയുന്തോറും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് സംസാരിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ അബദ്ധമാണ്. പങ്കാളിയെ വേദനിപ്പിക്കുമെന്ന കാരണത്താൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കരുത്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കാളിയോട് സംസാരിക്കുന്നത് പലപ്പോഴും വിവാഹബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും. രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ശരിയായ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഈ കാര്യം പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പതിവായി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം പങ്കുവെക്കാൻ ശ്രമിക്കുക. രണ്ടുപേരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒരാൾ മാത്രം പ്രയത്നിക്കുക എന്നുള്ളത്. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം രണ്ടുപേരും വൈകാരികമായും അല്ലാതെയും ഒരുപോലെ പെരുമാറുക എന്നുള്ളതാണ്. എന്നാൽ ചില സമയത്ത് ഒരു പങ്കാളി കൂടുതൽ വൈകാരികമായി പക്വതയുള്ളവരായി മാറുന്നത് കാണാം. തുടർച്ചയായി ഒരാൾ മാത്രം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാകുമ്പോൾ അത് പലപ്പോഴും വർഷങ്ങൾ കഴിയുന്തോറും പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. രണ്ടുപേരും പരസ്പരം മാനസിക പിന്തുണ നൽകേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അടുപ്പത്തിലെ മന്ദത എന്നുള്ളതാണ്. പങ്കാളിയുമായി ഒരു മികച്ച കംഫർട്ട് സോണിൽ നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അമിതമായ ഇത്തരം മനസ്സുഖം ചിലപ്പോൾ ബോറിംഗ് ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലൈംഗിക അടുപ്പത്തിൽ പോലും പുതുമ കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ലൈംഗിക അടുപ്പത്തിൽ പോലും പുതുമ കണ്ടെത്താൻ ശ്രമിക്കണം. ശാരീരിക അടുപ്പത്തിനപ്പുറം പങ്കാളികൾ അവരുടെ വൈകാരികതയിൽ പ്രവചിക്കാവുന്ന പാറ്റേണുകളും ഭൗതിക ഇടപെടലുകളും വികസിപ്പിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ഭക്ഷണം കഴിക്കാൻ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുക. ഇത്തരം അനുഭവങ്ങൾക്ക് കംഫർട്ട് സോണുകളെ വിസ്തൃതമാക്കാൻ സാധിക്കും. പരസ്പരം പുതിയ കഴിവുകൾ പഠിപ്പിക്കുകയോ അതാത് മേഖലകളിൽ അറിവ് പങ്കിടുകയോ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലൈഫ് സ്റ്റേജ് ട്രാൻസിഷൻസ്, അതായത് ജീവിതത്തിൽ ഒരു പങ്കാളിക്ക് മാത്രം ചില സന്ദർഭങ്ങളിൽ പ്രധാനമായ മാറ്റം കൊണ്ടുവരേണ്ടി വരുന്നത് പലപ്പോഴും മുടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇരുവരും ചേർന്ന് ഇതിലൊരു മാറ്റം കണ്ടെത്താൻ ശ്രമിക്കണം. ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. അതിൽ ഓരോ വ്യക്തിയുടെ അതുപോലെ ഒരുമിച്ചുള്ള നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭാവി സ്വയം വ്യക്തിഗതമായും ദമ്പതികളായും പങ്കിടുന്നത് നിലനിർത്താൻ ദർശനങ്ങൾ, ലക്ഷ്യബോധവും ദിശയും തിരിച്ചറിയുക. ഭാവിയെക്കുറിച്ച് പരസ്പരം ഒരു ലക്ഷ്യബോധം ഇരുവർക്കും ഉണ്ടാവുക. അത് പരസ്പരം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരുടെയും കുടുംബജീവിതത്തെ നല്ല സന്തോഷമുണ്ടാകട്ടെ എന്ന് അവസാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.